നമസ്കാരം. ഇന്ന് ധനുമാസത്തിലെ മകീരവും പൂർണിമയുമാകുന്നു. ഇന്നേ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. പ്രധാനമായും ഇന്ന് മക്കൾക്ക് വേണ്ടി എടുക്കുന്ന മകീരവ്രതമാകുന്നു. എന്നാൽ അത് മാത്രമല്ല, മറിച്ച് ഇന്ന് ശ്രീ അന്നപൂർണ ദേവിയുടെ ജയന്തിയും കൂടിയാണ്. അതിനാൽ അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് ധനുമാസത്തിലെ പൂർണിമ ആയതിനാൽ തന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ ജയന്തിയായി ആഘോഷിക്കുന്നതുമാണ്. ഇന്നേ ദിവസം അതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നത് ഉത്തമമാകുന്നു. പ്രധാനമായും ക്ഷേത്രത്തിൽ വഴിപാടുകൾ ഇന്ന് നടത്തുന്നത് ശുഭകരമാകുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് ഈ വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ആ വഴിപാടിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അന്നപൂർണേശ്വരി ദേവി പാർവതി ദേവി തന്നെയാണ് അന്നപൂർണേശ്വരി ദേവി. അന്നപൂർണേശ്വരി ദേവിയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കൽ പരമശിവൻ ആഹാരത്തിന് പ്രാധാന്യമില്ല എന്ന് പറയുകയുണ്ടായി. ആഹാരം ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതിനാൽ ആഹാരത്തിന്റെ പ്രാധാന്യം ഭഗവാനെ ബോധ്യപ്പെടുത്തുവാൻ തന്നെ ദേവി തീരുമാനിച്ചു. ഇതിനായി ദേവി സ്വയം അപ്രത്യക്ഷമാവുകയും ഭൂമിയിലുള്ള സകല ആഹാരവും ആഹാര സ്രോതസ്സുകളും അപ്രത്യക്ഷമാക്കി. അധികം വൈകാതെ ഭഗവാന് ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായി. ആഹാരത്തിന്റെ ദേവിയായ പാർവതി ദേവി അതിനുശേഷം അന്നപൂർണേശ്വരി ദേവി എന്നും അറിയപ്പെടുന്നു. ഭഗവാൻ ആഹാരത്തിനായി ഭിക്ഷ യാചിച്ച് ദേവിയുടെ അടുത്ത് എത്തി. തന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞ് ആഹാരം നൽകി എന്നുമാണ് ഐതിഹ്യം. അതിനാൽ ഇന്ന് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ ചില കാര്യങ്ങൾ ചെയ്യാനും പാടുള്ളതല്ല. അതിൽ ആദ്യത്തേതായി പറയുന്നത് ഇന്നൊരിക്കലും ഭക്ഷണം പാഴാക്കരുത് അഥവാ കളയരുത് എന്ന കാര്യമാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് അതീവ ദോഷകരമാണ്. പക്ഷി മൃഗാദികൾക്ക് ഇന്നേ ദിവസം ആഹാരം, ജലം എന്നീ കാര്യങ്ങൾ നൽകുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വിശക്കുന്നവർക്ക് ആഹാരം നൽകുക എന്നത് ഏറ്റവും മഹത്തായ കാര്യമായി തന്നെ പരാമർശിക്കുന്ന ഒന്നാണ്. കൂടാതെ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം അന്നദാനത്തിന് സംഭാവന നൽകുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇന്നേ ദിവസം വൈകുന്നേരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് എട്ടടങ്ങാതി നേദിക്കുന്ന ദിവസമാകുന്നു. വൈകുന്നേരം 5 തിരിയിട്ട് നെയ്വിളക്ക് അഥവാ ഭദ്രദീപം തെളിയിക്കണം എന്ന കാര്യം ആദ്യമേ ഏവരും ഓർക്കുക. പാൽ നേദ്യമായി ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ദേവിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഒരു പിടി അരി കൂടി സമർപ്പിക്കുക എന്ന കാര്യവും നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ അരി നാം ഉപയോഗിക്കുന്ന അരിപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. സർവ സൗഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും തേടി വരുന്നതിന് സഹായകരമാണ് ഇന്ന് ഈ കാര്യം ചെയ്യുന്നത്. ഇന്നേ ദിവസം ചില മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇന്നേ ദിവസം ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട നാമം എന്ന് പറയുന്നത് ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം തന്നെയാകുന്നു. 108 തവണ ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇന്ന് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ജപിക്കാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ഈ നാമം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. അതേപോലെ തന്നെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ പഞ്ചാക്ഷരി മന്ത്രം ഭഗവാന്റെ സമക്ഷം നിന്നുകൊണ്ട് പറയുന്നത് ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. 108 തവണ ഇത്തരത്തിൽ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ഭഗവാന്റെ സമക്ഷം നിന്നുകൊണ്ട് ജപിക്കുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇന്നേ ദിവസം ജപിക്കേണ്ട മറ്റൊരു വിശേഷപ്പെട്ട നാമമുണ്ട്. ആ നാമം ഇപ്രകാരമാകുന്നു: ഓം ഉമാമഹേശ്വരായ നമഃ എന്നാണ്. ഓം ഉമാമഹേശ്വരായ നമഃ, ഓം ഉമാമഹേശ്വരായ നമഃ. ഈ മന്ത്രം ഇന്നേ ദിവസം 108 തവണ ജപിക്കുക.
അതിവിശേഷമായ മന്ത്രമാണ് ഇത്. ഈ മന്ത്രം എല്ലാവരും 108 തവണ ജപിക്കുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷപ്പെട്ട ചില വഴിപാടുകൾ നടത്തുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനായി നാം ചെയ്യേണ്ടത് ഇന്നേ ദിവസം ശുദ്ധിയോടെ തന്നെ ഇരിക്കുക എന്ന കാര്യമാകുന്നു. ശുദ്ധിയോടെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുൻപ് ആദ്യം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതാണ് ഏറ്റവും ശുഭകരം. അല്ല, മറ്റൊരു വ്യക്തി വീട്ടിൽ വിളക്ക് തെളിയിക്കാനുണ്ട് എങ്കിൽ ആ വ്യക്തി തെളിയിക്കുമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാതെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ്. എന്നാൽ കുടുംബസമേതമാണ് പോകുന്നത് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം ഭഗവാനെ ആദ്യം ഗണപതി ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാന് ഒരു നാണയത്തൊട്ടെങ്കിലും തലയ്ക്കുഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ ആദ്യം ഈ പരാമർശിച്ച കാര്യം ചെയ്യുക. അതിനുശേഷം ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇന്നേ ദിവസം ദീപാരാധന തൊഴുക എന്ന കാര്യമാണ് ഏറ്റവും വിശേഷം. ഏവരും അത് ചെയ്യുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് മാല സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ദേവീക്ഷേത്രത്തിൽ തന്നെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ ആരാണ് അരിഷ്ടതകൾ അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എങ്കിൽ അവരുടെ പേരിൽ ഇന്നേ ദിവസം പുഷ്പാഞ്ജലി നടത്തുക. വിളക്ക് വഴിപാട് ഇന്നേ ദിവസം ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. സാധിക്കുന്ന ഏവരും കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി ഇന്നേ ദിവസം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്ന ഏവരും മക്കളുടെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും അതായത് കുടുംബത്തിലെ ഏവരുടെയും പേരിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നടത്തേണ്ട അതിവിശേഷപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി കുട്ടികളുടെ പേരിൽ ഇന്നേ ദിവസം നടത്തുന്നത് ഏറ്റവും ശുഭകരമായ ഒരു വഴിപാടാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായി മാറും. കൂടാതെ നിങ്ങൾ തമ്മിൽ ഐക്യമില്ല, എപ്പോഴും തർക്കങ്ങളും വഴക്കുകളുമാണ് എങ്കിൽ ഇന്നേ ദിവസം ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു. ഇന്ന് ഗൃഹനാഥന്റെ പേരിൽ പ്രത്യേകിച്ചും പുരുഷ സൂക്തം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഗൃഹനാഥയുടെ പേരിൽ ഭാഗ്യസൂക്തവും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കാരണം ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് നടത്തുന്നത്. കൂടാതെ മക്കൾക്ക് വർഷം മുഴുവൻ സർവ്വ ഐശ്വര്യം വന്ന് ചേരുവാനും ഇത് മാറും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ അതേപോലെ തന്നെ താമര തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ശുദ്ധിയോടെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഭഗവാന്റെ നടയിൽ വച്ചു കൊടുക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ മഞ്ഞ പുഷ്പത്തോടൊപ്പം ചുവന്ന പുഷ്പവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെയും അതേപോലെ തന്നെ ദേവിയുടെ കടാക്ഷവും ഒരുമിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരും. ഏവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.